പാർട്ടി ഞങ്ങളുടെ പ്രവർത്തകരും അല്ല, അവരെല്ലാവരും നമ്മുടെ പാർട്ടിക്കാരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ്, രാഷ്ട്രീയത്തിന്റെ അല്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരായിട്ട് ജനങ്ങളെ സഹായിക്കാൻ ഒരു ആഗ്രഹത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നമ്മുടെ ഈ രാജ്യത്തിൽ ഒരു ഗുണമുള്ളത്, ജനങ്ങൾക്കിങ്ങനെ ദുഃഖവും ബുദ്ധിമുട്ടും വരുമ്പോൾ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ ദയ ഉണ്ടാവും, ആൾക്കാരെ സഹായിക്കാനുള്ള താല്പര്യമുണ്ടാവും. അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കേരളം മൊത്തം എല്ലാവരെയും ആൾക്കാര് കൈ നീട്ടിയിട്ട് ആൾക്കാരെ സഹായിക്കുന്നു. ഇവിടെ നമുക്ക് ഈ അജിത്, as far as we can go. നിങ്ങൾ പറയുന്നത്, ഞാൻ ആരും തടസ്സപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ വാട്ട് എവർ ഇസ് പെർമിസിബിൾ, ആരും ഉപദ്രവിക്കാത്ത രീതിയിൽ കാണാൻ സാധിക്കുന്നതൊക്കെ കാണും. ഇപ്പം ഇവിടെ നിന്നാ മതി സാർ. നമ്മുടെ വണ്ടി മോളിൽ പോയിട്ടുണ്ട് സാർ. പോകണമെങ്കിൽ പക്ഷേ ആകെ 2 പേർക്ക് 3 പേർക്ക് പോകാൻ പറ്റത്തുള്ളൂ. സാറ് 1-2 പേര് മാത്രം മതി. അപ്പൊ സാർ നോക്കിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ അതിൽ അറിയാം. ശരി, സാറ് കഴിഞ്ഞിട്ട് വന്നാൽ വൈഡായിട്ടുള്ളൊരു ദുരന്തമാണ്, വലിയൊരു ദുരന്തമാണ്. പാർലമെന്റ് ഉന്നയിക്കുക, കേന്ദ്ര സഹായം, അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധയിലുണ്ടല്ലോ. അതെ. അപ്പോ ഞാനും ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ 3 ദിവസം മുമ്പ് ഒരു എഴുത്തെഴുതി ശ്രീ അമിത്ഷാ ഹോം മിനിസ്റ്റർ ആവശ്യപ്പെട്ടത് ഇതിനൊരു നാഷണൽ കലാമിറ്റി ആക്കി പ്രഖ്യാപിച്ചാൽ ഈ ഇന്ത്യയിലത്തെ എല്ലാ എംപിമാർക്കും 1 കോടി വരെ കൊടുക്കാൻ, അവർ MP ഫണ്ട് കൊടുക്കാൻ അവകാശമുണ്ടാകും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വയനാടൻ MP മാത്രമേ കൊടുക്കാൻ അവകാശമുള്ളൂ. അത് മാത്രമല്ല, വയനാടിൽ നിന്ന് ഇപ്പൊ MP ഇല്ല നിലവിൽ. കാരണം നമുക്കറിയാമല്ലോ, ബൈ ഇലക്ഷൻ അവര് വിളിച്ചിട്ടില്ല. അപ്പൊ ആ സ്ഥിതിയിൽ ഇതൊരു ചെറിയൊരു ആവശ്യമാണ് ഈ പ്രഖ്യാപനം ചെയ്യാൻ. പക്ഷെ എനിക്കിതുവരെ മറുപടി കിട്ടിയിട്ടില്ല എന്ന് സത്യമാണ്. ഞാൻ കാത്തിരിക്കുന്നു. എന്തായാലും അതുവരെ ജനങ്ങളുടെ സ്വന്തം ഹൃദയത്തിന് എല്ലാ സഹായങ്ങളും കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെ 2 ട്രക്ക് തിരുവനന്തപുരത്ത് ഞങ്ങൾ സഹായങ്ങൾ കൊണ്ടുവന്നു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാൻ നമ്മളുടെ ഇവിടുത്തെ റിലീഫ് കോർഡിനേറ്ററോട് സംസാരിച്ചപ്പോൾ, IAS ആയനോട് സംസാരിച്ചപ്പോൾ സംഭാഷിച്ചു. അദ്ദേഹം പറഞ്ഞ് ഭക്ഷണമൊക്കെ ആൾക്കാർക്ക് ആവശ്യം പോലെ ഇവിടെ ഉണ്ട്, അത് വെറുതെ കൊണ്ടുവന്നൊരു കാര്യമില്ല. പക്ഷെ വേറെ പല സഹായങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ നിലത്ത് കിടക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവേണ്ട പറഞ്ഞിട്ട് കുറെ ബെഡ്റൂമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പുതിയ സോഫ്റ്റ് ആയിട്ട് കിടക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ വേറെ ചിന്തിക്കാനുണ്ട്, ഈ കുട്ടികളുടെ പഠിപ്പ്. സ്കൂളുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്, അതിനെന്താ ചെയ്യേണ്ടത് നോക്കണം. രണ്ടാമത്തത് നിങ്ങൾക്കറിയാമല്ലോ, ചിലവര് അനാഥനാണ്, അച്ഛനും അമ്മയും 2 ആളും കാണാറുണ്ട്. ആ കുട്ടികളെ അവരെ എങ്ങനെ വളർത്തണം, അവരെ എങ്ങനെ നോക്കണം, അവരുടെ വിദ്യാഭ്യാസ ഭാവി എന്തായിരിക്കും, ഇതൊക്കെ നമ്മൾക്ക് ചിന്തിക്കാനുണ്ട്. പിന്നെ ഇടയിൽ ഈ ട്രോമ അനുഭവിച്ചവർക്ക് ചില സൈക്കോളജിക്കലും ശശി തരൂർ MP അവിടെ സന്ദർശിക്കുകയാണ്.